ഇലക്കറികൾ ഒരുപാട് ഇഷ്ടമുള്ള എനിക്കുണ്ടല്ലോ പാലക് ചീരയുടെ ടേസ്റ്റ് മാത്രം ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഒരു തവണ മാത്രമേ ഞാനത് കഴിച്ചിട്ടുള്ളൂ. പിന്നീട് ഞാനത് വാങ്ങിക്കാറേ ഇല്ല കേട്ടോ. 2 ദിവസം മുമ്പ് ഞങ്ങളുടെ അയൽവാസി അവരുടെ ഫാമിൽ നിന്നും കൊണ്ടുവന്ന് ഒരു കെട്ട് പാലക് ചീര തന്നു കേട്ടോ. അതെന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയത്തി പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാം, നല്ലൊരു റെസിപ്പിന്ന് കേട്ടോ. അങ്ങനെ ഇതേ കടുകും ജീരകമൊക്കെ പൊട്ടിച്ചതിന് ശേഷം സവാള വഴറ്റി അതിനകത്തോട്ടേക്ക് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടത് വഴറ്റി കൊടുത്തേ. എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ക്യൂബ്സായി എരിഞ്ഞ പൊട്ടറ്റോയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചു. പൊട്ടറ്റോ വേവുന്നവരെ ഉടഞ്ഞു പോവാതെ നോക്കണം കേട്ടോ പൊട്ടറ്റോ. അത് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് നമ്മുടെ പാലക് ചീരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചു. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും നമ്മുടെ പാലക് ചീരയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉടഞ്ഞു പോകരുത് കേട്ടോ. അതിനുശേഷം ഒരു ഇത്തിരിയും കൂടെ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാലക് ചീര മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റായിരുന്നേ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.